എല്ലാ സീസണിലും കാണുന്ന ഒരു പ്രത്യേക പ്രതിഭാസമാണ് IPLിലെ ആദ്യ മത്സരങ്ങളിലൊക്കെ തോറ്റമ്പി ടൂർണമെന്റിലെ പ്ലേ ഓഫ് സാധ്യതകളൊക്കെ അവസാനിക്കുമ്പോൾ ചില ടീമുകൾ പ്ലേ ഓഫ് സാധ്യതകൾ ഉള്ള ടീമുകളുടെ വഴിമുടക്കികളാകുന്ന കഥ. ടൂർണമെന്റിൽ അതുവരെയും ഫോമാവാതിരുന്ന അവരുടെ ബാറ്റിംഗ് യൂണിറ്റും ബോളിംഗ് യൂണിറ്റുമെല്ലാം അവസാന ഘട്ടമാകുമ്പോഴേക്കും കിടിലം രീതിയിൽ മെച്ചപ്പെടും. മികച്ച ബോളിംഗ് യൂണിറ്റാകും, മികച്ച ബാറ്റിംഗ് യൂണിറ്റുമാകും, വിജയിക്കുകയും ചെയ്യും. മിനിഞ്ഞാന്നൊരു മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെ മുംബൈ ഇന്ത്യൻസ് തകർത്ത് വിട്ടപ്പോൾ മറ്റൊരു മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ലക്നൗ സൂപ്പർ ജയൻസ് ആണ് ഒരു മികച്ച വിജയം കാഴ്ചവെച്ചത്, അവരെ കെട്ടുകെട്ടിച്ചത്. കഴിഞ്ഞ മത്സരത്തിലാവട്ടെ ഗുജറാത്ത് ടൈറ്റൻസിനെ ഇതുവരെയും മെമ്മറബിളായ ഒരു പെർഫോമൻസും കാഴ്ചവെക്കാത്ത കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് തകർത്ത് വിടുകയായിരുന്നു. ഇനിയുള്ള മത്സരങ്ങളിൽ ഇങ്ങനെ ഏതൊക്കെ വിജയങ്ങൾ വഴി പോയിന്റ് ടേബിളിൽ താഴെയുള്ള ടീമുകൾ പല ടീമുകളുടെയും അത്തായം മുടക്കികളാകും എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ മത്സരത്തിൽ പ്ലേ ഓഫ് ഉറപ്പിക്കാനിറങ്ങിയ ഗുജറാത്ത് ടൈറ്റൻസിനെ 29 റൺസിന് തകർത്തു വിടുകയായിരുന്നു അജിങ്ക്യ രഹാനെയുടെ KKR. അതിനൊപ്പം മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. തങ്ങളുടെ വിരളമെങ്കിലും സാധ്യമായൊരു പ്ലേ ഓഫ് പ്രതീക്ഷ KKR നിലനിർത്തുകയും ചെയ്യുകയായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ. അജിങ്ക്യ രഹാനെ നയിക്കുന്ന ടീം ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ 7ാം സ്ഥാനത്താണ്. അവർക്ക് ഇനിയും യോഗ്യത നേടാനുള്ള സാധ്യത 7 to 10% ആണ്. ഗണിതശാസ്ത്രപരമായി ഇപ്പോഴും അവർ പുറത്തായിട്ടില്ല എന്ന് തന്നെ പറയാം. അവർക്ക് ശേഷിക്കുന്ന മത്സരങ്ങളിൽ എല്ലാം വലിയ മാർജിനിൽ വിജയിക്കണമെന്ന് മാത്രമല്ല, സൺറൈസേഴ്സ് ഹൈദരാബാദ്, പഞ്ചാബ് കിങ്സ്, ചെന്നൈ സൂപ്പർ കിങ്സ്, രാജസ്ഥാൻ റോയൽസ്, ഡൽഹി ക്യാപിറ്റൽസ് തുടങ്ങിയ ടീമുകൾ പരാജയപ്പെടുകയും വേണം. ഇനിയുള്ള മത്സരങ്ങൾ ജയിച്ചാൽ അവർക്ക് മാക്സിമം 15 പോയിന്റാണ് ലഭിക്കുക. എന്നാലും പ്ലേ ഓഫിലേക്ക് മുന്നേറാൻ മികച്ച നെറ്റ് റൺ റേറ്റും ഉണ്ടായിരിക്കണം. കഴിഞ്ഞ മത്സരത്തിലേക്ക് വരുമ്പോൾ ആദ്യം ബാറ്റ് ചെയ്ത KKR അവർ ഉയർത്തിയത് 248 റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യമാണ്. ആ വിജയലക്ഷ്യം തേടിയിറങ്ങിയ ഗുജറാത്തിനായി 49 പന്തിൽ 85 റൺസ് എടുത്ത് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും, 35 പന്തിൽ 57 റൺസ് എടുത്ത് ജോസ് ബട്ട്ലറും, 28 പന്തിൽ 53 റൺസ് എടുത്ത് പുറത്താകാതെ നിന്ന സായ് സുദർശനും, അതായത് അവരുടെ ടോപ്പ് 3യും പൊരുതിയെങ്കിലും 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 218 റൺസ് എത്താനായി ഗുജറാത്തിന് കഴിഞ്ഞിട്ടു. ടോസ് നഷ്ടമായി ആദ്യം ബാറ്റ് ചെയ്ത KKR ഫിൻ അലന്റെയും ആംഗ്രിഷ് രഘുവംശിയുടെയും കാമറൂൺ ഗ്രീനിന്റെയും വെടിക്കെട്ട് അർദ്ധ സെഞ്ചുറികളുടെ മികവിലാണ് 20 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 247 റൺസ് എടുത്തത്.